നമസ്തേ, യോഗ മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ കുറച്ച് ആൾക്കാരെ പരിചയപ്പെടുത്താനാണ് പോകുന്നത്. ആൾക്കാരെന്ന് പറയുമ്പോൾ മനുഷ്യന്മാരല്ല, യോഗ പ്രോപ്സ് ആണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. യോഗ പ്രോപ്സ് ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ കൂടാതെ കുറച്ച് എൻ്റെ അടുത്തുമുണ്ട്. യോഗ പ്രോപ്സ് പരിചയപ്പെടുത്തുന്നതിന് മുൻപായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് യോഗ ഉണ്ട്, പല രീതിയിലുള്ള യോഗ ഉണ്ട്. ഉദാഹരണത്തിന് ഹഠയോഗ, അഷ്ടാംഗ യോഗ. അതേപോലെ ഒരു യോഗ പ്രാക്ടീസാണ് അയ്യങ്കാർ യോഗ. നിങ്ങൾ കേട്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. BKS അയ്യങ്കാർ ആണ് അയ്യങ്കാർ യോഗയുടെ ഫൗണ്ടറായിട്ട് അറിയുന്നത്. മോഡേൺ യോഗ അല്ലെങ്കിൽ ഫൗണ്ടർ ഓഫ് മോഡേൺ യോഗ എന്ന് തന്നെ അദ്ദേഹത്തിനെ പറയുന്നുണ്ട്. അതിൽ പ്രത്യേകിച്ചും നമ്മൾ പ്രോപ്സ് യൂസ് ചെയ്തിട്ട് ആണ് കൂടുതലായിട്ടും അയ്യങ്കാർ യോഗ പ്രാക്ടീസുകൾ ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് പ്രോപ്സ് എന്ന് ഞാൻ പറയാം. കൂടുതലായി അയ്യങ്കാർ യോഗയിൽ നമ്മുടെ പൊസിഷൻ അലൈൻമെൻറ്റ് കറക്റ്റ്, ഓരോ ആസനയിലും കറക്റ്റായിട്ടുള്ള പൊസിഷൻ, കറക്റ്റായിട്ടുള്ള അലൈൻമെൻറ്റ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് കൂടുതൽ നേരം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ആ ആസനയുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള ബെനിഫിറ്റ്സ് നമുക്ക് കിട്ടാനായിട്ട് സാധിക്കും. ഈ രീതിയിൽ സപ്പോർട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ആസനയിൽ സ്ഥിരം സുഖം ആസന എന്ന ആ ഒരു പൊസിഷനിൽ നമ്മൾക്ക് കംഫർട്ടബിളായിട്ട് കുറച്ചധികം നേരം മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. അതും കറക്റ്റ് അലൈൻമെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അയ്യങ്കാർ യോഗയിൽ. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യത്തിൽ എനിക്ക് ഉള്ള ഒരു പരിചയം എന്ന് പറഞ്ഞാൽ കുറച്ച് പേരെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അയ്യങ്കാർ തെറാപ്പി വർക്ക്ഷോപ്പ് ഞാൻ കുറച്ച് നാളുകൾക്ക് മുന്നേ അറ്റൻഡ് ചെയ്തിരുന്നു. അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അതുപോലെ തന്നെ എനിക്ക് യോഗ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാൻ എനിക്ക് ബേസിക്കലി ഇഷ്ടമാണ്, അതിൽ കൂടുതൽ അറിയാനായിട്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അയ്യങ്കാർ യോഗ തെറാപ്പിയുടെ ഒരു കോഴ്സ് ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് അതിനെപ്പറ്റി കൂടുതൽ അറിയാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അറിയുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ അത്രയൊക്കെയാണ് കാര്യങ്ങൾ. നമുക്ക് എന്തൊക്കെയാണ് അയ്യങ്കാർ യോഗയുടെ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ പ്രോപ്സ്, എൻ്റെ കയ്യിലുള്ള പ്രോപ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നിങ്ങൾക്ക് പരിചയം ഉണ്ടായിരിക്കും, ഇതിനു മുന്നേ ഞാൻ ചില വീഡിയോസിലൊക്കെ പരിചയപ്പെടുത്തിയിട്ടുള്ള ആളാണ്. യോഗ ബ്ലോക്കാണിത്. ഓക്കെ, ഒരു ഇഷ്ടിക പോലെയൊക്കെ തോന്നുന്ന രീതിയിലുള്ള ഒരു യോഗ ബ്ലോക്കാണ് ഇത്. വുഡൻ ബ്ലോക്കാണ്. ഇത് തന്നെ ഫോമിൽ നമ്മൾക്ക് ഡെക്കാത്തലോണിലൊക്കെ കിട്ടും. ഈ റബ്ബർ പോലെ ഇരിക്കുന്ന ഇത്രയും കൂടി സ്മൂത്ത് ആയിട്ടുള്ളത്, അങ്ങനത്തെ ബ്ലോക്സ് അവൈലബിൾ ആണ്. ആമസോണിലൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടുമായിരിക്കും ഓൺലൈനിൽ. അപ്പോൾ ഇഷ്ടിക പോലെ എന്നാൽ ഇത്തിരി കൂടി വീതിയും ഇത്തിരിയും കൂടി നീളവും വരുന്ന രീതിയിൽ വുഡൻ ബ്ലോക്ക് അതാണിത്. ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് മെയിനായിട്ട് പറയുകയാണെങ്കിൽ ത്രികോണാസന, ട്രയാങ്കിൾ പോസൊക്കെ ചെയ്യുമ്പോൾ ഞാൻ സാധിക്കുകയാണെങ്കിൽ അതിൻ്റെ ഫോട്ടോസ് സൈഡിൽ വെക്കാനായിട്ട് ശ്രമിക്കാം കേട്ടോ. ഈ വുഡൻ ബ്ലോക്ക് യൂസ് ചെയ്തിട്ട് നമുക്ക് പ്രാക്ടീസ് എങ്ങനെ കൂടുതൽ എഫക്റ്റീവ് ആകാമെന്ന്. അപ്പോൾ ത്രികോണാസന, പാർശ്വകോണാസന, അങ്ങനെ കുറേ ആസനാസിൽ നമ്മൾ കൈ താഴെ വെക്കുന്നതിലല്ല ഇമ്പോർട്ടൻസ്, നമ്മുടെ കറക്റ്റ് അലൈൻമെൻറ്റ് വരുത്തുന്നതിലാണ്. അപ്പോൾ അതിന് ഹെൽപ്പ് ചെയ്യാൻ നമുക്ക് വുഡൻ ബ്ലോക്ക് അല്ലെങ്കിൽ ഏത് തന്നെ ബ്ലോക്ക് ആണെങ്കിലും യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് ഫസ്റ്റ് വൺ. ഇതിൽ തന്നെ ഇതിപ്പോൾ സ്ക്വയർഡാണ്, റൗണ്ട് ഷേപ്പിൽ ഒരു സൈഡ് റൗണ്ടായിട്ട് വരുന്ന രീതിയിലുള്ള ബ്ലോക്കും ഉണ്ട്. ബിക്കോസ് നമ്മൾ കാലിങ്ങനെ കയറ്റി വെച്ചിട്ട് രീതിയിലാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു സൈഡ് ഇങ്ങനെ റൗണ്ടായിട്ട് വരുന്ന രീതിയിൽ റൗണ്ടഡ് ബ്ലോക്കും ഉണ്ട്. അപ്പോൾ അത് അറിഞ്ഞിരിക്കുക, ഇതാണ് ബ്ലോക്ക്. ഞാൻ പറഞ്ഞതുപോലെ ഓരോ പ്രോപ്സും ഓരോ ദിവസം നമ്മൾക്ക് ഏതൊക്കെ ആസനാസ് ചെയ്യാൻ സഹായകരമാണെന്നുള്ളത് ഞാൻ പിന്നീടുള്ള ഭാഗങ്ങളിലായിട്ട് പറഞ്ഞു തരാം. ഇപ്പോൾ ഇത് എന്തൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കാനായിട്ടുള്ള ഒരു ഇൻട്രോ വീഡിയോ ആയിട്ട് നിങ്ങളിത് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഫസ്റ്റ് വൺ ബ്ലോക്കാണ്. ബ്ലോക്ക് ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ ചെറിയ പലക, മരത്തിൻ്റെ പലക അല്ലെങ്കിൽ ചെറിയ സ്റ്റൂള് അല്ലെങ്കിൽ ഇഷ്ടിക തന്നെ നിങ്ങൾക്ക് ബ്ലോക്കിന് പകരമായിട്ട് വീട്ടിൽ യൂസ് ചെയ്യാവുന്നതാണ്. അടുത്തതായിട്ട് വരുന്നതാണ് യോഗ റോപ്പ്. കാണാൻ പറ്റുന്നുണ്ടല്ലോ, ഇങ്ങനെ ഒരു കെട്ടുണ്ട്, ഇങ്ങനെ ഇത്രയും നീളത്തിൽ. ഇത് ഷോർട്ട് റോപ്പാണ് കേട്ടോ. ഇതിൽ തന്നെ ലോങ് റോപ്പും വരുന്നുണ്ട്. ഇത് യൂസ് ചെയ്തിട്ടും ഞാൻ ഇതിന് മുന്നേ വീഡിയോ നമ്മൾ സുപ്തപാദാങ്കുഷ്ടാസനയൊക്കെ ചെയ്തപ്പോൾ ഇതിലാണ് ചെയ്തിരുന്നത്. ഇത് നമ്മൾക്ക് സപ്പോർട്ടീവായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. മെയിനായിട്ട് യോഗ റോപ്പ് എന്തെങ്കിലും ഇപ്പോൾ ഉദാഹരണമായിട്ട് പറഞ്ഞാൽ മുന്നോട്ട് ബെൻഡ് ചെയ്യുന്ന പോസിൽ കൈ കാലിൽ എത്തുന്നില്ലാത്തവർക്ക് കാലിൽ ചുറ്റും ഇങ്ങനെ വെച്ചിട്ട് മുന്നോട്ട് ബെൻഡ് ചെയ്യാനൊക്കെ ഇത് യൂസ് ചെയ്യാം. ഇപ്പം ഞാനത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല, പക്ഷെ നിങ്ങൾ അറിഞ്ഞിരിക്കുക, ഇതാണ് യോഗ റോപ്പ്. മനസ്സിലായല്ലോ? പിന്നെ ഇങ്ങനെ ഒരു കെട്ടുണ്ടായിരിക്കും ഇതിൽ, നല്ല
ഫേമാണ്, അങ്ങനെ പെട്ടെന്നൊന്നും വിട്ടു പോവില്ല. ഇതുകൊണ്ട് ഒത്തിരി സ്ട്രെങ്തനിങ് പ്രാക്ടീസസ് ഉണ്ട് കേട്ടോ അയ്യങ്കാർ യോഗയിൽ. നമ്മളിത് ഈ ഹുക്ക് കൊണ്ട് ഇങ്ങനെ വെച്ചിട്ട് ഇതിങ്ങനെ വെച്ചിട്ട് നമ്മളുടെ ജനാലയുടെ കമ്പിയിൽ ഇങ്ങനെ തൂക്കിയിട്ടിട്ട് ഇതുകൊണ്ട് ചെയ്യുന്ന കുറേ പ്രാക്ടീസസ് ഉണ്ട്. ഞാൻ പറഞ്ഞതുപോലെ അതെല്ലാം നമ്മൾക്ക് വരുന്ന വീഡിയോസിലൊക്കെ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ യോഗ റോപ്പ്. അടുത്തതായിട്ട് നമുക്കുള്ളതാണ് യോഗ ബെൽറ്റ്. യോഗ ബെൽറ്റ് ഇതുപോലെ വരുന്നതാണ്. നമ്മൾ ബെൽറ്റൊക്കെ ഉള്ളതുപോലെ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇതാണ് യോഗ ബെൽറ്റ്. ഇവിടെ ഒരു ബക്കിള് പോലെ ഒരു സാധനം, ബക്കിൾ എന്നല്ലേ ഇതിന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾക്ക് ടൈറ്റ് ചെയ്യാനായിട്ടും അതിനനുസരിച്ച് ഇതനുസരിച്ചിട്ട് ടൈറ്റ് ചെയ്യാനായിട്ടും അത് നല്ല സ്റ്റഡി ആയിട്ട് നിൽക്കും. പിന്നെ അതായത് ഇങ്ങനത്തെ ഒരു പൊസിഷനിലാണെങ്കിൽ ഇത് സ്റ്റഡിയാണ്. പിന്നെ അതേ ബക്കിൾ നമ്മൾ തിരിച്ച് ലൂസ് ചെയ്യാനായിട്ടും സാധിക്കും. ഓക്കെ, ഫസ്റ്റ് ഇത്തിരി കൺഫ്യൂസിങ് ആയിട്ട് തോന്നും. ടൈറ്റ് ചെയ്യാനായിട്ടും ലൂസ് ചെയ്യാൻ സാധിക്കുന്ന രീതിയിൽ നമ്മൾ ബെൽറ്റിൻ്റെ പേർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതെന്തിനൊക്കെ യൂസ് ചെയ്യാമെന്ന് വെച്ചാൽ ചില പൊസിഷനിൽ, പെർട്ടിക്കുലർലി തെറാപ്പി പ്രാക്ടീസിൽ ആൾക്കാരുടെ പൊസിഷൻ, ഫോർ എക്സാമ്പിൾ കൈയിൻ്റെ മുട്ട് സർവാംഗാസന ചെയ്യുമ്പോൾ, ഷോൾഡർ സ്റ്റാൻഡ് ചെയ്യുമ്പോൾ കൈമുട്ട് ഇങ്ങനെ സൈഡിലോട്ട് പോവാതിരിക്കാനായിട്ട് ബെൽറ്റ് യൂസ് ചെയ്ത് നമ്മളുടെ 2 കൈയുടെയും അകത്തുകൂടി കയറ്റിയിട്ട് ബെൽറ്റ് ടൈറ്റൻ ചെയ്ത് വെക്കും. അപ്പോൾ നമ്മളുടെ പൊസിഷൻ അങ്ങനെ തന്നെ ഇരിക്കും. എന്നിട്ട് നമ്മൾ ആ പ്രാക്ടീസ് ചെയ്യും. അതിനാണ് യോഗ ബെൽറ്റ്. അതിനാണെന്നല്ല, അങ്ങനെ ഒത്തിരി പ്രാക്ടീസസ് ഉണ്ട്. അതിനാണ് നമ്മൾ യോഗ ബെൽറ്റ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ബാക്ക് ബെൻഡിങ്ങിന് യൂസ്ഫുള്ളാണ്. അതുപോലെ തെറാപ്യൂട്ടിക് പ്രാക്ടീസിൽ സർവിക്കൽ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് ബെൽറ്റ് യൂസ് ചെയ്തിട്ടുള്ള കുറേ പ്രാക്ടീസസ് ഉണ്ട്. അപ്പോൾ അതിനാണ് യോഗ ബെൽറ്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തതായിട്ട് നമ്മുടെ പുറകിലുള്ള 2 മഹാന്മാരെ നമുക്ക് പരിചയപ്പെടാം. ഇതാണ് നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ ഇതിന്. യോഗ ബോൾസ്റ്ററാണിത്. നമ്മൾ ഈ ദിവാങ്കോട്ടിലൊക്കെ വെക്കുന്ന പോലത്തെ ഒരു ബോൾസ്റ്ററായിട്ട് ഫീൽ ചെയ്യും അല്ലേ. ഇത് എത്രയാണ് ഹൈറ്റും വിട്ടെന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ ഏകദേശം ഇത് നല്ല ഹെവി ആയിട്ടുള്ള ഹാർഡായിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ. ഇതെനിക്ക് കണ്ടപ്പോൾ ഫീൽ ചെയ്തത് പണ്ട് ദിവാങ്കോട്ട് നമ്മൾ സോഫയൊക്കെ വെക്കില്ലേ, അതുപോലെ ഉണ്ടായിരുന്ന ഒരു സാധനം. യോഗ ബോൾസ്റ്റർ വളരെ യൂസ്ഫുള്ളാണ്. പറഞ്ഞാൽ സുപ്തബദ്ധ കോണാസനയുള്ള പ്രാക്ടീസ് സപ്പോർട്ട് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ പ്രാക്ടീസിനും യോഗ ബോൾസ്റ്റർ യൂസ്ഫുള്ളാണ്. റിലാക്സിങ് ആൻഡ് കാമിങ് ആസനാസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യാൻ യോഗ ബോൾസ്റ്റർ യൂസ്ഫുള്ളാണ്. അപ്പോൾ അതാണ് യോഗ ബോൾസ്റ്ററിനെ പറ്റി പറയാനുള്ളത്. യോഗ ബോൾസ്റ്റർ യൂസ് ചെയ്യാം. യോഗ ബോൾസ്റ്റർ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള പില്ലോയോ അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ റൗണ്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള സാധനങ്ങളൊക്കെ യോഗ ബോൾസ്റ്ററിന് പകരം യൂസ് ചെയ്യാം. വളരെ സപ്പോർട്ടീവായിട്ടുള്ളൊരു സാധനമാണ്. ഞാൻ എൻ്റെ തെറാപ്പി ക്ലാസ്സിൽ ഇപ്പോൾ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. വളരെ ബെനിഫിഷ്യൽ ആയിട്ടുള്ളതാണ്. അപ്പോൾ ഇത് വൺ ഓഫ് ദ സപ്പോർട്ടിങ് സിസ്റ്റമാണ് യോഗ ബോൾസ്റ്റർ. അടുത്തതായിട്ട് ഈ പുറകിൽ കാണുന്ന ചെയർ ഞാൻ ആദ്യമായിട്ട് കണ്ടപ്പോൾ എൻ്റെ മൈൻഡിലോട്ട് വന്നത് പണ്ട് കല്യാണ വീടുകളിലൊക്കെ ഇരുമ്പിൻ്റെ ചെയറില്ലേ, ഏകദേശം അതുപോലെ തന്നെയാണ് ഇട്ടത്. പക്ഷെ ഇത് ഒന്നും കൂടി ഫേമാണ്, സ്റ്റഡിയാണ്. കാണാൻ പറ്റുന്നുണ്ടോ? അടുത്തോട്ട് കൊണ്ടുവരണ്ടെന്ന് വിചാരിക്കുന്നു. ഇത് ഫോൾഡ് ചെയ്യാനായിട്ടൊക്കെ പറ്റുന്ന രീതിയിലുള്ളതാണ്. ഫോൾഡ് ചെയ്യാൻ പറ്റും. ഇത് നമ്മൾ ഇൻവേർഷൻ പോലുള്ള പ്രാക്ടീസുകൾക്ക് യൂസ്ഫുള്ളാണ്. അതുപോലെ ഇരുന്നിട്ട് ട്വിസ്റ്റിംഗ് ആസനാസ് ചെയ്യാൻ. അപ്പോൾ ഇങ്ങനത്തെ കസേര നിങ്ങൾ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബാക്കിലൊരു സപ്പോർട്ടും കൂടി ഉണ്ടാകും. പക്ഷേ ഇതിലങ്ങനെ വരുന്നില്ല. ഇത് ഫോൾഡ് ചെയ്ത് വെക്കാനായിട്ട് നമുക്ക് പറ്റും. അങ്ങനത്തെ ഒരു കസേരയാണ്. അയേണാണ്, ഇരുമ്പിൻ്റെ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒത്തിരി ആസനാസ് ഇതിൻ്റെ സപ്പോർട്ടിൽ ചെയ്യാം. ഇൻവേർഷൻസ് ചെയ്യാം, ട്വിസ്റ്റിംഗ് ആസനാസ് ചെയ്യാം. അതുപോലെ തന്നെ ഒത്തിരി ആസനാസ്, ഈവൻ ഹെഡ് സ്റ്റാൻഡ് വിത്ത് സപ്പോർട്ട്, 2 ചെയർ സപ്പോർട്ടിലുള്ള ഹെഡ് സ്റ്റാൻഡ് വരെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആ രീതിയിൽ എല്ലാം വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സ്റ്റഡി ആയിട്ടുള്ള ഒരു സംഭവമാണ്. നമ്മളുടെ പ്ലാസ്റ്റിക് ചെയറിൽ അത്രത്തോളം നമുക്ക് ആ ഒരു ഫേമായിട്ട് നമുക്ക് നിൽക്കില്ല. ഇത് പക്ഷേ നല്ല സ്റ്റഡി ആയിട്ടുള്ളൊരു സാധനമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ യോഗ ചെയർ. ഇതുകൊണ്ടുള്ള പ്രാക്ടീസസും ഞാൻ വരുന്ന ദിവസങ്ങളിൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇപ്പോൾ ഞാൻ കാണിച്ച കുറച്ച് കാര്യങ്ങളിൽ നമുക്ക് ഓൾട്ടർനേറ്റ് ആയിട്ട് എന്ത് യൂസ് ചെയ്യാം. ഞാൻ പറഞ്ഞു യോഗ ബ്ലോക്കിന് പകരം നമ്മൾക്ക് എന്ത് യൂസ് ചെയ്യാമെന്നാണ് പറഞ്ഞത്. പലക, ഇഷ്ടിക, അല്ലെങ്കിൽ ഇതുപോലുള്ള ഈ ഒരു ഷേപ്പിൽ വരുന്ന ഫേമായിട്ട് സ്റ്റഡി ആയിട്ട് നിൽക്കുന്ന സംഭവങ്ങളൊക്കെ ഇതിന് പകരം യൂസ് ചെയ്യാം. ഈവൻ കട്ടിയുള്ള ബുക്ക് വരെ നമ്മൾക്ക് ഈ ഒരു സംഭവത്തിന് വേണ്ടി യൂസ് ചെയ്യാം. അതേപോലെ യോഗ റോപ്പും യോഗ ബെൽറ്റും ഇതിന് പകരക്കാരാവില്ലെന്നുണ്ടെങ്കിൽ പോലും നമ്മൾക്ക് സാധാരണ ബെൽറ്റ് യൂസ് ചെയ്യാം, ഷോൾ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ അങ്ങനെ കട്ടിയുള്ള ഒരു തുണി,
ഇത്രയും ലെങ്ത്തിലും ഇതിലും വരുന്നത്. അല്ലെങ്കിൽ കയറ് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള കയറിൽ ഒരു തുണി എന്തെങ്കിലും ചുറ്റി വെച്ചിട്ട് അങ്ങനെ യൂസ് ചെയ്യാം. ഇതെല്ലാം നല്ല സപ്പോർട്ടിങ് ആണ്, സെയിം ടൈം അങ്ങനെ പെട്ടെന്നൊന്നും പൊട്ടിപ്പോവാത്ത സംഭവങ്ങളാണ് കേട്ടോ. അപ്പോൾ ആ രീതിയിൽ അങ്ങനെ ഓൾട്ടർനേറ്റ് യൂസ് ചെയ്യാം. ഇത് സാധാരണ കസേര യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതിൽ പ്രാക്ടീസസ് എല്ലാം ചെയ്യാൻ ശ്രമിക്കാവുന്നതാണ്. ഓക്കെ, അതെല്ലാമാണ് ഇതിനെപ്പറ്റി പറയാനായിട്ടുള്ളത്. ഇനി ഒരാളെയും കൂടി പരിചയപ്പെടുത്താനായിട്ടുണ്ട്. അത് നിങ്ങൾ നേരത്തെ ഷോർട്സ് എല്ലാം കണ്ടിട്ടുണ്ടാകും. അപ്പോൾ അതാരാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഈ ഒരു സംഭവമാണ്, നമ്മുടെ സപ്പോർട്ട് സിസ്റ്റം. ഈ ഊഞ്ഞാല പോലെ തൂങ്ങിയിരിക്കുന്ന ഈ ഒരു സാധനം കണ്ടോ, ഇത് നല്ല കട്ടിയുള്ള ഒരു ടൈപ്പ് ഓഫ് ക്ലോത്താണ്. ഊഞ്ഞാല പോലെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും ശീർഷാസനം ചെയ്യാനായിട്ടുള്ള ഒരു റോപ്പാണ് കേട്ടോ, അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ ചെയ്തേക്കുന്ന ഒരു കാര്യമാണ്. ഇത് ലോങ് റോപ്പാണ് കേട്ടോ ഇവിടെ യൂസ് ചെയ്തേക്കുന്നത്. നേരത്തെ കാണിച്ച റോപ്പ് തന്നെ ഇതെനിക്ക് കിട്ടിയത് ഓൾറെഡി ഈ രീതിയിലാണ് കിട്ടിയേക്കുന്നത്. പിന്നെ ചെയ്യേണ്ടി വന്നത് എനിക്ക് 2 കെട്ട് കൂടി എക്സ്ട്രാ ഇടേണ്ടി വന്നു. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ശീർഷാസനയിൽ കിടക്കുമ്പോൾ താഴെ അല്ലെങ്കിൽ തല മുട്ടും. അപ്പോൾ ഇവിടെ ഞാൻ വെച്ചിരിക്കുന്നത് ഒരു കയറ് കെട്ടിയിട്ട് അതിലൊരു ഹുക്ക് തൂക്കിയിട്ടിട്ടാണ് വെച്ചേക്കുന്നത്. ശരിക്കും നമ്മൾ ഇതുപോലെ തന്നെ ഫ്രീ ആയിട്ട് ഹാങ് ചെയ്തിടണമെങ്കിൽ അങ്ങനെ ആവാം. അല്ലാന്നുണ്ടെങ്കിൽ ജനാലയുടെ കൊളുത്തിൽ, ഞാൻ താഴെ വീട്ടിൽ വെച്ച് ചെയ്യുമ്പോഴത്തേക്കും ജനാലയുടെ കൊളുത്തിലാണ് തൂക്കിയിട്ടേക്കുന്നത്. ഇതെല്ലാം തന്നെ ശരിക്കും മതിലിൻ്റെ സൈഡിൽ, അതായത് യോഗ സെറ്റപ്പ് തന്നെ അയ്യങ്കാർ യോഗ പ്രാക്ടീസ് ചെയ്യുന്നവരുടെ യോഗ സെറ്റപ്പ് തന്നെ വ്യത്യാസം ഉണ്ടായിരിക്കും കേട്ടോ. അവർക്ക് ക്ലാംസ് ഉണ്ടായിരിക്കും, അതേപോലെ ഇതെല്ലാം തൂക്കിയിടാനായിട്ടുള്ള സാധനങ്ങൾ ഉണ്ടായിരിക്കും, യോഗ റോപ്പ് ഹുക്ക് ചെയ്യാനായിട്ടുള്ള സംവിധാനങ്ങളുണ്ടായിരിക്കും. പക്ഷെ ഇതിപ്പോൾ ഞാനിവിടെയുള്ള ഒരു സംഭവത്തിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ ശീർഷാസന യോഗ ക്ലോത്ത്. ഓക്കെ, വളരെ യൂസ്ഫുൾ ആൻഡ് ഹെൽപ്ഫുൾ ആയിട്ടുള്ളതാണ്. ഒരു 100-150 കിലോ ഒക്കെ താങ്ങുന്ന രീതിയിലുള്ളതാണ്. ഇതും സാധാരണ രീതിയിൽ ചെയ്യാൻ പാടില്ലേ എന്ന് ചോദിച്ചാൽ, നല്ല നിങ്ങൾ വീഴാത്ത രീതിയിൽ എന്തെങ്കിലും ക്ലോത്തൊക്കെ ഉണ്ടെങ്കിൽ, തയ്ക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ആ രീതിയിലൊക്കെ മനസ്സിലാക്കാമായിരിക്കും. ഇത് ഇപ്പോൾ കാണുമ്പോൾ മനസ്സിലാവേണ്ടെന്ന് കരുതുന്നു. ഓക്കെ, നല്ല സ്റ്റേഡിയാണ്, എന്നാൽ അങ്ങനെ നല്ല കംഫർട്ടബിളാണ് നമ്മളിതിൽ ചെയ്യുമ്പോഴത്തേക്കും. അപ്പോൾ ഈ ഒരു സംഭവമുണ്ട്. കുട്ടികൾ ഇവിടെ ഊഞ്ഞാല ആയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഞാൻ നല്ല രീതിയിൽ ശീർഷാസനയും തെറാപ്പി പ്രാക്ടീസും കൊടുക്കാനായിട്ട് ഇത് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. പറഞ്ഞതുപോലെ ഇത്രയും സംഭവങ്ങളാണ് യോഗ തെറാപ്പിയിൽ, അയ്യങ്കാർ യോഗയിൽ നമ്മൾ പ്രോപ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. അല്ലെങ്കിൽ പുതിയൊരു ഇൻഫർമേഷൻ ആയിരിക്കാം കുറച്ച് പേർക്കെങ്കിലും. കുറച്ച് പേര് ഓൾറെഡി അറിയുന്നവരുണ്ടായിരിക്കാം. നിങ്ങൾ ഓൾറെഡി യോഗ തെറാപ്പി പ്രാക്ടീസ് അല്ലെങ്കിൽ യോഗ പ്രാക്ടീസ് അയ്യങ്കാർ പ്രോപ്സ് യൂസ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ, എന്താണ് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി പറയാനുള്ളതെന്ന് താഴെ കമൻറ്റിലൂടെ പറഞ്ഞാൽ എനിക്കറിയാനായിട്ട് സാധിക്കും. ഓരോ പ്രോപ്സും യൂസ് ചെയ്തിട്ട് നമുക്കൊരു കുറേ ആസനാസ് നമുക്ക് മോഡിഫൈ ചെയ്ത് ചെയ്യാൻ പറ്റും, വേരിയേഷൻസ് ചെയ്യാൻ പറ്റും. പുതിയ ആൾക്കാർക്ക് മാത്രമല്ല, അഡ്വാൻസ് പ്രാക്ടീഷണർക്കും വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ്. നല്ലൊരു റിലാക്സിങ് പ്രാക്ടീസസ് ആണ്. അത് ഓരോന്നായിട്ട് എനിക്ക് നിങ്ങളെ പരിചയപ്പെടുത്തണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് അതിലും അറിഞ്ഞാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതായിരുന്നു. നമ്മൾ മറ്റ് വീഡിയോസും ചെയ്യുന്നുണ്ടാകും. അതിനൊപ്പം അയ്യങ്കാർ യോഗയുടെ പ്രാക്ടീസിൻ്റെ തെറാപ്പി ക്ലാസ്സും അല്ലാതെ നമ്മൾക്ക് ചെയ്യാൻ സാധിക്കുന്ന പ്രാക്ടീസസും പറഞ്ഞു തരുന്നുണ്ടാകും. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അത് കാണാവുന്നതാണ്. അപ്പോൾ ഇതിനൊപ്പം ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, നമ്മുടെ ഓൺലൈൻ യോഗ ക്ലാസ് പുതിയ ബാച്ച് ജാനുവരിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് മെസ്സേജിലൂടെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കോൾസ് മാക്സിമം അവോയ്ഡ് ചെയ്യുക. ഓക്കെ, അതേപോലെ പേഴ്സണൽ തെറാപ്പി സെഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ക്ലാസ്സസ് ഉണ്ട്. ഓഫ്ലൈൻ ക്ലാസ്സുകൾ വരുന്നത് എറണാകുളം മരടാണ് നമ്മുടെ സെൻറ്റർ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനായിട്ടുള്ളത്. എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് ന്യൂ ഇയർ ക്രിസ്മസ് വിഷസ് അറിയിക്കുകയാണ്. എല്ലാവർക്കും എല്ലാ നന്മകളും നേർന്നു.